പട്ടിക നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് UDF യോഗം ചേർന്നപ്പോഴാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പദ്ധതി കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫണ്ടിനുള്ള അർഹത കേരളത്തിനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ UDF കൺവീനർ അടൂർ പ്രകാശ് പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ പട്ടിക സർക്കാർ നൽകും എന്ന് വ്യക്തമാക്കി. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പദ്ധതി നടപ്പാക്കില്ല എന്ന് തീരുമാനിച്ച് കേന്ദ്രത്തെ അറിയിക്കുമെന്നായിരുന്നു VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്. ഫണ്ടിനായി ആത്മാഭിമാനം പണയപ്പെടുത്താൻ പറ്റില്ല, തമിഴ്നാട് മാതൃകയിൽ കോടതിയിൽ പോകണമെന്നായിരുന്നു VK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. PM ശ്രീ ധാരണാപത്രം വലിച്ചുകീറി ചവറ്റോട്ടയിലിടുമെന്ന് KM ഷാജി പ്രഖ്യാപിച്ചിരുന്നു. അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പറഞ്ഞതെല്ലാം വിഴുങ്ങി PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF സർക്കാർ മാറുമ്പോൾ അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. ആദ്യം ശ്രീ അനൂപിലേക്ക് പോകുന്നതിന് മുമ്പ് VD സതീശൻ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ PM ശ്രീയിൽ എടുത്തിരുന്ന നിലപാട് എന്നൊന്ന് കാണാം. അതിന് ശേഷം ചോദിക്കും. എല്ലാ വീരവാദ മുഴക്കലുകൾക്കും അവസാനം നിരവധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ പണ്ട് CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ എം ആർ. ഇപ്പോൾ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുക ഇതിലൂടെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഇതായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീയെ കുറിച്ചുള്ള VD സതീശന്റെയും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട്. ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അത് മാറിയിരുന്നു. ശ്രീ വി ആർ അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയം അത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഇതും പറയുകയാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും 1 കൊല്ലവും 2 കൊല്ലമായിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ല. അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എവിടെ വേക്കൻസി ഉണ്ടായാലും വിത്തിൻ 24 hours ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആകാൻ പോവാം, ലീഗലൈസ് ചെയ്യാൻ പോവാം. ഒരു വിട്ടുവീഴ്ചയില്ല. വിത്തിൻ 24 hours ദ കൺസേൺഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് റിപ്പോർട്ട്. അതാണ്. അതിന് ഒരു പ്രൊസീജിയർ ഉണ്ടാക്കും. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് എത്ര ദിവസത്തിനകം PSC അത് അപ്പോയിന്റ്മെന്റ് അഡ്വൈസ് മെമ്മോ അയക്കണം. അത് മാൻഡേറ്ററി ആക്കുകയും നിയമവൽക്കരിക്കാനും പോവുകയാണ്. ഒരു സംശയമൊക്കെ ഉണ്ട്. ഒരു വേക്കൻസി പോലും ഫില്ല് ചെയ്യാതെ പോവില്ല, ഉറപ്പാണ്.